ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കൊടുക്കണം. നമ്മളുടെ ഇതെല്ലാം പുറത്തു വരണ്ടേ, എല്ലാവരും കാണണ്ടേ? ഓക്കെ, സംവിധാനം കൊടുക്കും. Congratulations, Bingo. Thank you so much, Liston. ഇനി അടുത്തത് സ്വിച്ച് ഓണും താങ്ക് യു സോ മച്ച് ഷീല മാം അഡ്വാൻസ്. നമസ്കാരം. ഞാൻ അഭിനയിക്കുന്ന ഒരു പടത്തിന് ഞാൻ തന്നെ ആശംസ പറയാന്ന് പറയുന്നത് അത്ര ഒരു കേൾക്കാനൊരു സുഖമുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഈ ചിത്രം ഏറ്റവും വലിയ വിജയമാവട്ടെ എന്ന് ഓരോ ചിത്രത്തിലും നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സിനിമയ്ക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എത്രയും വേഗം ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തട്ടെ. പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കട്ടെ. ഈ സിനിമയും ഇതിനു മുമ്പ് ഞാനും ദിലീപും എല്ലാം ചേർന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ പോലെ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഉണ്ണികൃഷ്ണൻ സർ. ലിസ്റ്റ് നിർമ്മിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സിദ്ദീഖുണ്ട്, ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. ഗംഭീര വിജയമാകട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം ദിലീപ് എന്ന് പറഞ്ഞു പിന്നെ പറയാതിരിക്കില്ലല്ലോ ഒരിക്കലും. ഗംഭീര വിജയമാവട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം സംസാരം മുഴുവൻ ലിസ്റ്റിൽ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇനി സിയാദ് കോക്കസ് പ്ലീസ്. ലിസ്റ്റൻ ചീഫിനും അതേമാതിരി തന്നെ ദിലീപ്, തീർച്ചയായിട്ടും ഈ പടം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എഴുത്തുകാരനെ ഒന്ന് സ്റ്റേജിലേക്ക് വരണം കേട്ടോ. അവരുടെ സാന്നിധ്യം ഇല്ലാതെ. ബിൻഡോ ആൻഡ് ഷാരിസ്. നമസ്കാരം. ലിസ്റ്റൻ പ്രൊഡക്ഷൻ ഹൗസിന് പേരിട്ടത് വളരെ ബുദ്ധിപൂർവമാണ്. ഓരോ സിനിമകളും ഓരോ മാജിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാജിക്ക് ഈ 150ാമത്തെ സിനിമയിൽ 150ാമത്തെ ദിലീപിൻ്റെ പ്രോജക്റ്റിലും ലിസ്റ്റൻ്റെ 30ാമത്തെ സിനിമയിലും അത് ആവർത്തിക്കട്ടെ. ഇവരെ രണ്ടുപേരും, ലിസ്റ്റനും ദിലീപ് കൂടെ ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രൊഡക്ഷൻ്റെ, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വലിയ വിജയം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം ഉള്ളൊരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തട്ടെ. പുതിയ സംവിധായകരും എല്ലാവിധ ആശംസകളും. നിർമ്മാതാവും ദിലീപും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ശരിക്കും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ആ സുഹൃത്തുക്കളുടെ സിനിമ ഏറ്റവും വലിയ വിജയമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ തന്നെ വലിയ വിജയമാകട്ടെ. ഇതിൻ്റെ സംവിധായകൻ പുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജനഗണമനയുടെ റൈറ്ററുമാണ്. ഇതൊരു മികച്ച ചിത്രമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. പെട്ടെന്ന് കാര്യം കഴിച്ചു. ഓക്കെ, നമ്മുടെ ഡയറക്ടർ ഇവിടെയുണ്ട്, ബിൻഡോ ഉണ്ട്, ഷാരിസ് ഉണ്ട്. ഷാരിസ് ജനഗണമനയുടെ റൈറ്ററാണ്. മലയാളി ഫ്രം ഇന്ത്യ ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന May 1 റിലീസാവുന്ന നിവിൻ പോളി മാജിക് ഫ്രെയിംസിൻ്റെ ചിത്രത്തിൻ്റെ റൈറ്റർ കൂടിയാണ്. രണ്ടുപേരും ഞാൻ ഫ്രണ്ടിലേക്കൊന്ന് വിളിക്കുന്നു. വാ ഒന്ന് പരിചയപ്പെട്ടല്ലേ. ഓക്കെ, ഷാരിസ്. എൻ്റെ കഴിഞ്ഞ 2 പടം മാജിക് ഫ്രെയിംസ് ആണ്. ഈ പടം മാജിക് ഫ്രെയിംസ് ആണ്. ഞങ്ങൾ പോവില്ല, ഇവിടെ പറഞ്ഞയച്ചാലും പോവില്ല. ലിസ്നേഴ്സ, അടുത്ത പടം മാജിക് ഫ്രെയിംസ് തന്നെ ആവട്ടെ. വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനൊരു പടം. ബിഗ് ഫാൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. താങ്ക് യു. ഷാരിസ് ഇത്രയും മാസം അടിച്ച സ്ഥിതിക്ക് ഞാൻ 2 പടത്തിലും മാജിക് ഫ്രെയിംസിന് അസോസിയേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നു. ഞാനും പോകത്തില്ല ഇവിടുന്ന്. ഇരുവേടിനോട് പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സന്തോഷം, എല്ലാവരും വന്നതിൽ സന്തോഷം. ലിസ്റ്റൻ സ്റ്റീഫൻ സംസാരിക്കും.
ഇവർ രണ്ടുപേരും എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല. എനിവേ ബിൻഡോ കുറേ നാളത്തെ പരിചയമാണ്. അപ്പം ആളൊരു സംവിധാനമായിട്ട് മാറുമ്പോൾ അതും ഷാരിസിൻ്റെ സ്ക്രിപ്റ്റ് ലിപി വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്ക്രിപ്റ്റ്, ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഷാരിസുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം ചേട്ടാ. ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. വളരെയധികം സന്തോഷം. ഞങ്ങൾ ദിലീപേട്ടൻ്റെ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കുമെന്നുള്ള ഒരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിവേ വളരെയധികം സന്തോഷം. ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത്. പക്ഷേ എല്ലാവരും വന്നു ചേർന്നു. അപ്പോൾ അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. ഉച്ചഭക്ഷണം എല്ലാവർക്കും ഓരോരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രഭാഷണമൊന്നുമില്ല, വലിയ സന്തോഷമുണ്ട്. കാരണം ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റുമയുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത്, മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ. അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ്. വളരെ സ്നേഹത്തോടും വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവർ എന്നോട് കഥ പറയാനും പേഴ്സണലായിട്ടൊക്കെ അവരുടെ ഒരു സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ. ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഇതെൻ്റെ 150ാമത്തെ സിനിമയാണ്. ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, അതുപോലെ എൻ്റെ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതവരിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാ മീഡിയയും, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലാലും എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ എത്രയും പേര് വന്നുകൊണ്ട് 26-ാം തീയതി പവി കെയർടേക്കറും വരുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റാണ്, അതുകൂടി പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഈ സിനിമ ഗംഭീരമാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റുമായി ഇപ്പോൾ പറയുകയുണ്ടായി, ഇന്ന് രാവിലേക്കാണ് പല ആൾക്കാരെ വിളിച്ച് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. വലിയ സന്തോഷം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. താങ്ക്സ് എല്ലാം. പടത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അന്നോടുള്ള ബന്ധമാണ് ഡിജോയായിട്ട്. ഡിജോയുടെ എല്ലാ പടത്തിലും ചീഫ് അസോസിയേറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബ്രദറിനെ പോലെയാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കൂടെയുള്ളവർ ഒരു സിനിമ ചെയ്യുമ്പോൾ, സത്യം പറഞ്ഞാൽ ഞാൻ ക്വീനിലൂടെ വന്നതാണ്. അപ്പോൾ ക്വീൻ ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. ഞാനും ബിൻഡോയൊക്കെ ഒരുമിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ ക്വീനിൽ തീർക്കാനൊക്കെ ഒരുപാട് സഹായിച്ചത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിൻഡോ വന്നതിന് ശേഷമാണ് ആ സിനിമ തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിനുശേഷം ജനഗണമന, അതിനുശേഷം നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, ആ സിനിമയിൽ പൂർണ്ണമായിട്ടും വിൻഡോയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരുവൻ അവൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതും പ്രത്യേകിച്ച് ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാര്യം നമ്മളൊക്കെ പിന്നെ അതേ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫിലിംസ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതായത് ഞങ്ങളിപ്പോൾ 2 പടമായി
അപ്പോൾ ലിസ്റ്റിൻ്റെ കൂടെ തന്നെ പിന്നെ എൻ്റെ സുഹൃത്ത് ഞങ്ങൾ വന്ന ഷാരിസിൻ്റെ എത്രടാ 6ഓ 7ഓ 6ാമത്തെ പടമാണ്. അതുകൊണ്ട് അവനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ വിൻഡോയിൽ ഞാൻ പൂർണ്ണമായിട്ടും ഹാപ്പിയാണ്. എനിക്ക് 100 അല്ല 150% ഉറപ്പാണ് ഈ സിനിമ വൻ വിജയമാവുക. അപ്പോൾ എന്തായാലും ഈ സിനിമ വിജയമാവും, എല്ലാ പ്രാർത്ഥനയുണ്ട്. ഓക്കെടാ, ഓൾ ദ ബെസ്റ്റ്. ഉണ്ണേടാ ബിജോയുടെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞു ലിസ്റ്റിനെ എങ്ങനെ പറയും ഇത്ര ദിവസം കൊണ്ടോട്ടൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന്, അത് തീർക്കണമെന്ന്. പക്ഷെ അതൊന്നും നീ വിശ്വസിക്കരുത്, നീ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവനോട് 60-70 ദിവസം എന്ന് പറഞ്ഞാൽ ഇവൻ 130 ദിവസത്തല്ല അവൻ നിർത്തിയത്. ലിസ്റ്റിന്റെ കണക്കെല്ലാം തെറ്റാ. കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിലും നേരെ തിരിച്ചടിക്കും. 100 ആണെങ്കിൽ അത് 130 ആക്കും. അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ, 100 150 ഒക്കെ കടന്ന് വരട്ടെ ഈ സിനിമയിലും. അല്ലെ ഉണ്ണി സാർ? ഉണ്ണിയേട്ടൻ പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും പേടിക്കേണ്ട, ഫെഫ്ക ഇവിടെ ഉണ്ടെന്നുള്ളത്. നീ ആവശ്യമുള്ള അത്ര ദിവസം ഷൂട്ട് ചെയ്യണം. നമ്മുടെ കൂടെയുണ്ട്, ഒരു പ്രശ്നമില്ല. നിങ്ങളോ ആരെ വേണമെങ്കിൽ വിളിക്കുക, അത് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഏറ്റവും അത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോയി കൂടുകയാണ്. അത് ലിസ്റ്റിന്റെ വീട്ടിലാണ് ഓടുന്നതായിരിക്കും.